തീർത്ഥയാത്ര എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. മാതൃത്വം ആഗ്രഹിക്കാത്ത സ്ത്രീകളില്ല. സന്താനഭാഗ്യത്തിനായി കേഴുന്ന നിരവധി സ്ത്രീകളുണ്ട്. അത്തരത്തിൽ സന്താനഭാഗ്യം അരുളുന്ന, മാതൃത്വം ലഭിക്കുന്നതിന് വരമരുളുന്ന ചില പുണ്യ സങ്കേതങ്ങളുണ്ട്. ആ പുണ്യക്ഷേത്രങ്ങളെ, ഏതാനും ചില ക്ഷേത്രങ്ങളെ നമുക്ക് ഒന്ന് പരിചയപ്പെടാം. കേരളത്തിനകത്തും പുറത്തുമായിട്ടുള്ള പ്രസിദ്ധങ്ങളായിട്ടുള്ള ക്ഷേത്രങ്ങളെയാണ് പരിചയപ്പെടുത്തുന്നത്. ഒന്നാമതായി, ഗുരുവായൂരപ്പന് വെണ്ണ നേദിച്ച് മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ സന്താനഭാഗ്യം ഉണ്ടാകുമെന്നാണ് വിശ്വാസം. അതേപോലെ തന്നെ നാഗർകോവിലിലെ നാഗരാജനെ ദർശിച്ച് അവിടെ നിന്നും പ്രസാദമായി കിട്ടുന്ന പുറ്റുമണ്ണ് ഒരു മണ്ഡലകാലം ഭക്തിപൂർവ്വം ധരിച്ച് പ്രാർത്ഥിച്ചാൽ സന്താനഭാഗ്യം ഉണ്ടാകുമെന്നത് അനുഭവമാണ്. അതേപോലെ തിരുത്തണിക്കടുത്തുള്ള നെമിലി വൈകുണ്ഠ പെരുമാൾ എന്ന മഹാവിഷ്ണു ക്ഷേത്രത്തിൽ അനുഗ്രഹം വർഷിക്കുന്ന കാളിയ നർത്തന കൃഷ്ണനെ രോഹിണി നക്ഷത്രം വരുന്ന ദിവസം ദർശിച്ച് പ്രാർത്ഥിച്ചാൽ സന്താനഭാഗ്യം സിദ്ധിക്കുമെന്നാണ്. കുംഭകോണത്തിനടുത്തുള്ള പ്രസിദ്ധമായ ഊത്തുകാട് കാളിയ നർത്തന കൃഷ്ണൻ ക്ഷേത്രത്തിൽ വഴിപാട് നടത്തി പ്രാർത്ഥിച്ചാൽ സന്താനഭാഗ്യം ഉണ്ടാകുമെന്നത് സുനിശ്ചിതമാണ്. കാഞ്ചീപുരത്തെ ഉലകളന്ത പെരുമാൾ എന്ന വാമനമൂർത്തിയുടെ ക്ഷേത്രത്തിൽ പ്രത്യേക സന്നിധിയിൽ അനുഗ്രഹം വർഷിക്കുന്ന ഊരകത്താൻ എന്ന ആദിശേഷന് പാൽപായസം നേദിച്ച് പ്രാർത്ഥിച്ചാൽ സന്താനഭാഗ്യം ഉണ്ടാകുമെന്നാണ് ഭക്തരുടെ അനുഭവം. ചെന്നൈ ബസന്റ് നഗർ അഷ്ടലക്ഷ്മി ക്ഷേത്രത്തിൽ അനുഗ്രഹം വർഷിക്കുന്ന സന്താനലക്ഷ്മിക്ക് വഴിപാട് നടത്തി പ്രാർത്ഥിച്ചാൽ സന്താനഭാഗ്യവും കുടുംബ ഐശ്വര്യവും സിദ്ധിക്കുന്നതാണ്. ചെന്നൈയിൽ തന്നെയുള്ള വെസ്റ്റ് സൈതാപ്പേട്ട VGP റോഡിലുള്ള ഹനുമാൻ ക്ഷേത്രത്തിന്റെ ചുറ്റമ്പലത്തിൽ നാഗപ്രതിഷ്ഠ ചെയ്തിട്ടുള്ള മേടയിൽ രാഹുകാലത്ത് ഛായാഗ്രഹങ്ങളായ രാഹുകേതുക്കൾക്ക് പ്രത്യേകം വഴിപാട് നടത്തി പ്രാർത്ഥിച്ചാൽ സർപ്പദോഷങ്ങളകന്ന് സന്താനഭാഗ്യം സിദ്ധിക്കുമെന്നാണ് വിശ്വാസം. ചങ്ങനാശ്ശേരിയിലെ സന്താനഗോപാല ക്ഷേത്രവും ഇക്കാര്യത്തിൽ പ്രസിദ്ധമാണ്. ചങ്ങനാശ്ശേരി NSS കോളേജിന്റെ എതിർവശത്തുള്ള വഴിയിലൂടെ ചെന്നാൽ പുഴവാതിൽ കൊട്ടാരം അമ്പലത്തിലെത്താം. ഇവിടുത്തെ സന്താനഗോപാലസ്വാമിക്ക് വഴിപാട് നടത്തി പ്രാർത്ഥിച്ചാൽ സന്താനഭാഗ്യം നിശ്ചയം എന്നാണ് അനുഭവ സാക്ഷ്യം. അതേപോലെ തന്നെ സർപ്പദോഷങ്ങളുള്ള സന്താനഭാഗ്യം കൈവരിക്കാത്തവർക്ക് മണ്ണാറശാലയിലെ ഉരുളിക്കമഴ്ത്തും വിശേഷ വഴിപാടാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള ക്ഷേത്രവിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.